ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം, ഭൗതികമായ ആസ്വാദനം എന്താണെന്ന് ചോദിച്ചാൽ അത് സെക്സാണ്, ലൈംഗികതയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യമാരും സുഗന്ധവുമാണെന്ന്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? ഭാര്യമാർ ഏറ്റവും ഈ സെക്സ് പൂർണ്ണമായി അനുഭവിക്കാൻ ആർക്കാ പറ്റുമെങ്കിൽ അവിഹിതങ്ങളില്ലാത്തവർക്കേ പറ്റുള്ളൂ. എത്രയോ ആളുകൾ തങ്ങളുടെ ഭാര്യയെ ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചിട്ടാണ്. അവർക്കൊന്നും സെക്സിൻ്റെ ഒരാസ്വാദനവും കിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു പോവുക എന്നുള്ളതിൻ്റെ പരസ്യങ്ങൾ കാണുകയല്ലേ, അതിനുള്ള ചികിത്സ ഉണ്ട് കാരണം പരസ്യം കണ്ടില്ല നിങ്ങൾ എല്ലാ സ്ഥലത്തും. ഒരു വലിയ വിഭാഗം ആളുകളുടെ അസുഖമാണത്. ഈ അസുഖം ലൈംഗികമായിട്ടുള്ള എന്താ പറയുക, അറിവില്ലായ്മകളെ കൊണ്ടും വൈകൃതങ്ങളെ കൊണ്ടും അവിഹിതങ്ങളെ കൊണ്ടും മാത്രം വരുന്നതാണ്. അതൊരു അസുഖമേ അല്ല, അതൊരു അസുഖമേ അല്ല, മനസ്സുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അത് ശരിക്കും എന്താ വെച്ചാൽ സുരക്ഷിതമായ ഒരു ലൈംഗിക ജീവിതത്തിൽ മാത്രമേ വിജയകരമായ ഒരു സെക്സ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് പടച്ചോൻ നമുക്ക് കൃത്യമായിട്ട് വരച്ചിട്ട് തന്നില്ലേ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ ഫമനിബ്തഗാ വറാഅ ദാലിക്. സ്വന്തം ഭാര്യമാർ. സുഹൃത്തുക്കളെ, അതൊരു വല്ലാത്ത സംഗതിയാണ്. ഇത്ര പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നിങ്ങളോടാണിത് പറയേണ്ടത്. പിന്നെ അത് എവിടുന്ന സുഹൃത്തുക്കളെ പറയാം, അതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ആൾക്കാരും പറയുക എന്താ വെച്ചാൽ, പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അത്രയൊരു താല്പര്യമില്ല, അവൾക്കിതിലൊന്നും താല്പര്യമില്ല, അതാണ് എൻ്റെ പ്രശ്നം, ഞാൻ വേറെ കല്യാണം കഴിച്ചാലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇതേപോലെ എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ ഒരു ഭയങ്കര ഈ സെക്സ് നിർവഹിക്കാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആകെ എന്ത് ചെയ്യും, ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ നാടുകളിലൊക്കെ ചുവന്ന തെരുവുകൾ ഉണ്ടാക്കിയത്, റെഡ് സ്ട്രീറ്റുകൾ ഉണ്ടാക്കിയത് എന്തിനാണെങ്കിൽ ഈ ജോലിക്കാരും ആളുകളൊക്കെ അവിടെ സെക്സ് നേരെ നടന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും, അസ്വസ്ഥരാകും. അപ്പോൾ അവരുടെ കമ്പനിനെ ബാധിക്കും, ജോലിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വ്യഭിചാരം അവിടെ എന്ത് ലിബറലായിട്ട് അനുവദിച്ചത്. സത്യത്തിൽ അതിലൊരു ശരിയുണ്ട്, എന്താ വെച്ചാൽ സെക്സ് ശരിക്കും നിർവഹിക്കണം. അത് നിർവഹണം നടന്നില്ലെങ്കിൽ എന്താ, നമുക്ക് ജീവിതം തന്നെ അസ്വസ്ഥമായി തീരും. അപ്പോൾ അതിനെന്താ സുഹൃത്ത്, അപ്പോൾ അതിനെന്താ പറയണത്, ഭാര്യയ്ക്ക് താല്പര്യമില്ല, അവൾ തയ്യാറല്ല. അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമ്മൾ പറയാം. ഇൻഫെർട്ടിലിറ്റിൻ്റെ ഡോക്ടർ ഒരിക്കൽ എന്നോട് സംസാരിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു, കുട്ടികളില്ലാത്തൊരു ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ കൗൺസിലിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ആദ്യം ചോദിക്കുക എന്താ അറിയോ, വിജയകരമായ സെക്സ് നടക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക. ഒരു 10% ആൾക്ക് തന്നെ 10 കൊല്ലം പിന്നിട്ടിട്ടും വിജയകരമായി സെക്സ് നടത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ എത്ര അജ്ഞരാണ് സുഹൃത്തുക്കളെ ആളുകൾ ഇതിനെ പറ്റിയിട്ട്. ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരുത്തർ അങ്ങനെ. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രശ്നം എന്താ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അയാൾക്ക് ഇതിനെ പറ്റി ഞാൻ പറഞ്ഞു, ഒരിക്കലും എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന പോലെ, ഒരു ചായ എടുക്കാൻ വേണ്ടി പറയണ പോലെ ഭാര്യയോട് പറയേണ്ട ഒരു ഏർപ്പാടല്ല സുഹൃത്ത്. ഇതിന് മുഖദ്ദിമാത്തുണ്ട്. അതായത് നിങ്ങളുടെ അവിഹിത ബന്ധങ്ങൾ നടത്തുന്നവരുടെ മൊബൈൽ ഫോൺ നോക്കിയാൽ അതിൽ എന്താ ഉണ്ടാകുക, അന്യ പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യണം പോലെ എന്താ പറയുക, ഒരു സെക്സാ പറയാ. ഇങ്ങനത്തെ ഒരു സെക്സ് എപ്പോഴെങ്കിലും നിങ്ങൾ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടോ? പറയണില്ല. അപ്പോൾ എന്താ, ആ സെക്സുകളിലൂടെയാണ് അത് ലൈംഗികതയിലേക്ക് എത്തുന്നത്. അത് വ്യഭിചാരത്തെക്കുറിച്ച് പോലും പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വ്യഭിചാരമാണ്. അവസാനം എന്താണ്, യുസദ്ദുൽ ഫർജ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഗുഹ്യസ്ഥാനം അത് സാക്ഷാത്കരിക്കുന്നു. നമ്മുടെ ലൈംഗികമായിട്ടുള്ള പ്രചോദനങ്ങളുടെയും പ്രേരണകളുടെയും സാക്ഷാത്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇത് നിർവഹിക്കാതെ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് ഭാര്യമാരെത്തും. ഞാൻ പറയണത് ഇതൊക്കെ പുറത്തേക്ക് പോവുക. അവനവൻ്റെ ഭാര്യമാരെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുത്തന് ലൈംഗികമായ ഒരു കാര്യത്തിനും എവിടെയും പോകേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല. അത് വിവാഹം കൊണ്ട് പരിഹരിച്ചിരിക്കണം. അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്. കല്യാണം നിക്കാഹാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും മറ്റൊരാളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. അത്രമാത്രം സൂക്ഷ്മത നമ്മുടെ ഈ സെക്സിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ വരുത്തുക. സുഹൃത്തുക്കൾ, വലിയ നഷ്ടം ഉണ്ടാവും. ഒരു കുടുംബജീവിതം വിജയിച്ചില്ലെങ്കിൽ അതിനേക്കാളും വലിയ നഷ്ടം എന്താണ്? ഇനി ഒന്നും വേണ്ട, ഇതൊന്നും നിർത്താത്ത ആൾക്കാരോട് ഞാൻ പറയാ, നിർത്താത്തവരിങ്ങൾ കുടുങ്ങും. എപ്പോഴാണ് കുടുങ്ങുക നിങ്ങൾ? ഈ ഫോണിനെ പറ്റി നിങ്ങളെക്കാളും അറിയുങ്ങളെ കുട്ടികൾക്ക്. ഇപ്പം ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ഭാര്യമാർക്ക് വലിയ അന്തം ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഫോണിൽ നിന്ന് ഇയാൾ ചാറ്റ് ചെയ്യണത് പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉമ്മാക്ക് കൊടുക്കും. എത്ര കേസാണ് നമ്മുടെ മുന്നിൽ അറിയുങ്ങൾ. നമ്മൾ വിചാരിച്ചത് ആരും കാണില്ല എന്ന്. യൂട്യൂബിൽ ഇവിടെ ഫോണ സൈറ്റ് ചെയ്താന്ന് കണ്ടുപിടിക്കുക. ഒരു 10ാം ക്ലാസ്, ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ മാനസിക അസ്വാസ്ഥ്യമായിട്ടൊരു കൗൺസിലർ എടുത്ത് വന്നു. അപ്പോൾ ആ കൗൺസിലറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു?
എന്താ പ്രശ്നം നിങ്ങൾ? 7ാം ക്ലാസ് പഠിക്കുന്ന മോള് വാപ്പൻ്റെ ചാറ്റിങ് കണ്ടതാണ്. അപ്പോൾ ചാറ്റിങ് കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അവൾ ഫോൺ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് അറിയില്ല എന്നാണ് ഇയാൾ വിചാരിച്ച്. ഇത് ഉമ്മാനോട് പറഞ്ഞാൽ വാപ്പിയമ്മയും തെറ്റും അല്ലേ, പറയാൻ പറ്റൂല. വാപ്പനോട് ചോദിക്കാൻ അവൾക്ക് ധൈര്യമില്ല. എന്താണ് അവൾ മനസ്സിൽ വെച്ചപ്പോൾ അവൾക്ക് മാനസികമായി, ഡിപ്രസ്ഡായി. അവസാനം എന്താ ഉണ്ടായത്? നിങ്ങൾ ഈ കൗൺസിലർ ചോദിച്ചു ഇനി എന്താ ചെയ്യുക? അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാൽ ആ കുട്ടി അത് കാണുമെന്ന് അയാൾക്ക് അറിയില്ല. എത്ര മാരകമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അവിഹിതമുണ്ട് അല്ലെങ്കിൽ പോൺ സൈറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കണത് വരെ നിങ്ങൾ അംഗീകരിക്കാൻ അവൾക്ക് പറ്റൂല. അത് പിടിക്കപ്പെട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ വരുത്തും. ബോധ്യപ്പെടുമ്പോൾ വേഗം തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ പാപരഹിതമായ ജീവിതം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ തെറ്റുകലരാതെ, പാപം കലരാതെ ജീവിച്ചാൽ നിർഭയത്വവും സമാധാനവും നമുക്ക് ലഭിക്കുമെന്നാണ് സുഹൃത്തുക്കളെ അള്ളാഹു പറയുന്നത്. നമ്മൾ അംഗീകരിക്കാം.